സെക്രട്ടേറിയറ്റ് മുൻപിൽ ഒരു പ്രതിഷേധവുമായി എത്തിയിട്ടുള്ള ഒരു പ്രവർത്തകന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഇന്നലെ പുതിയ സർക്കാർ അധികാരത്തിലേറി. അപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതുവഴി നടന്നു പോയപ്പോഴാണ് ഒരു സമരം കണ്ടത്. ഒരു വ്യത്യസ്തമായ സമരമാണെന്ന് തോന്നി. ചേട്ടാ, എന്താ പേര്? എൻ്റെ പേര് തൃശ്ശൂർ നസീർ എന്നാണ്. എന്തിനാ ഇങ്ങനെ ഒരു പ്രതിഷേധം? ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഗിന്നസ് ബുക്കിലൊക്കെ പേര് വന്നാണ് 4000 പാട്ട് പാടിയിട്ട്. പിന്നെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് വൈഡ് റെക്കോർഡ്, ഇതിലൊക്കെ റെക്കോർഡ് കിട്ടിയ ആളാണ്. ഇപ്പം എന്താ ആവശ്യം? ഇപ്പം ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ലോകം അറിയപ്പെടുന്ന നല്ലൊരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ജർമ്മനിയിൽ നിന്ന് ഒരു അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി സാറ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ചാണ്ടി ഉമ്മനൊരു ഇത് കൊടുത്താണ്, സ്പോർട്സ് വകുപ്പ് കൊടുത്തിട്ട്. ആര് കൊടുത്തു? ചാണ്ടി ഉമ്മൻ മന്ത്രി ആയില്ലല്ലോ. മന്ത്രിയാവൻ കൊടുത്തതാണ്. 4 മണിക്ക് ഒരു പിൻവലിച്ചതാണ്. എല്ലാവർക്കും നല്ല വാർത്ത കൊടുത്തതാണ്. ചാണ്ടി ഉമ്മൻ മന്ത്രിയാകാത്തതിലുള്ള പ്രതിഷേധമാണോ ഇത്? അതെ അതെ. അപ്പോൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇന്ന് മുഖ്യമന്ത്രിനെ കാണും ഈ കാര്യം. പക്ഷെ മുഖ്യമന്ത്രി അല്ല ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ കണ്ണൂർ ലോബിയും കളിക്കുന്നുണ്ട്, ആലപ്പുഴ ലോബിയും കളിക്കുന്നുണ്ട്. ഇതാക്കിയില്ലെങ്കിൽ അനിശ്ചിത കാലത്തേക്ക് ഞാൻ കിടക്കും, റോട്ടിൽ ഇങ്ങനെ കിടക്കും. അല്ല, ഇനിയിപ്പോൾ മന്ത്രിയാക്കാൻ പറ്റില്ലല്ലോ. മന്ത്രിയാക്കാനൊക്കെ പറ്റും. 2.5 കൊല്ലം കിട്ടിയാൽ മതി. ആരെങ്കിലും ഒഴിഞ്ഞാൽ പോരെ. അപ്പോൾ അതാണ് ആവശ്യം. അതാണ് ആവശ്യം. അപ്പോൾ കലാകാരൻ എന്ന് പറയുമ്പോൾ പാട്ട് പാടുന്ന ആൾ മാത്രമാണോ? പാട്ടുകാരാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. മിമിക്രി ചെയ്യോ? മിമിക്രി ചെയ്യും. ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ. ഉമ്മൻചാണ്ടി സാറിനെ ഒന്ന് അനുകരിച്ചേ. നസീർ 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതി ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് എൻ്റെ ഈ പ്രോഗ്രാം അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വന്നതിൽ വളരെ നന്ദിയും സ്നേഹവും അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ വളരെ നന്ദി പറഞ്ഞു. പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ചേട്ടൻ്റെ ശബ്ദമായോ? അല്ലല്ല, അതങ്ങനെയല്ല. മന്ത്രിയാക്കുമെന്ന് ഉറപ്പ് കിട്ടാതെ ഇവിടുന്ന് പിന്മാറില്ല. ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കണം. അതെ. അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കണമെന്നാണ്. ഇത് ചാണ്ടി ഉമ്മൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യം അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നുകൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് പറയുകയാണ്. ശ്യാമിനൊപ്പം ടി എസ് ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും ഇപ്പോൾ ചാണ്ടി ഉമ്മൻ നമുക്കൊപ്പം ഉണ്ട്. നമുക്കൊപ്പം തന്നെ ഇരുന്ന് ചാണ്ടി ഉമ്മൻ ഇതൊക്കെ കാണുകയും ചെയ്യുന്നു. പക്ഷേ ചാണ്ടി ഉമ്മൻ അതായത് ഇനിയും പ്രതീക്ഷിക്കുകയാണ്. ഇനി 2.5 വർഷം കഴിയുമ്പോൾ മാറാലോ. അങ്ങനെയുള്ള ടേം വ്യവസ്ഥയൊക്കെ നിലവിൽ കൊണ്ടുവന്ന സാഹചര്യത്തിൽ അപ്പോഴെങ്കിലും ചാണ്ടി ഉമ്മനെ പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? എനിക്കതിനെക്കുറിച്ചൊന്നും അറിവില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ഞാൻ അടുത്ത 5 വർഷക്കാലം MLA ആയിരിക്കും. അതിനുശേഷം എന്താണെന്ന് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്.